ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ആസ്റ്റർ മെഡിസിറ്റിയിലാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ ന്യൂറോളജിസ്റ്റിനെ മീറ്റ് ചെയ്തൊരു സെഷൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേരുടെ നല്ല നല്ല കമൻറ്റ്സ് ഉണ്ടായിരുന്നു, ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് റോബോട്ടിക്സ് ഗൈനക്കോളജിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരാനായിട്ട് ഡോക്ടർ മായാദേവി കുറുപ്പ് നമ്മുടെ കൂടെയുണ്ട്. സോ ഡോക്ടറിനെ മീറ്റ് ചെയ്യാം. ഹായ് ഡോക്ടർ. ഹലോ. അപ്പം നമ്മുടെ ഓഡിയൻസിൻ്റെ അടുത്ത് തന്നെ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു ഡോക്ടറിനെ. അപ്പോൾ നമുക്ക് കൂടുതലും വിമൺ ഓഡിയൻസ് ആണ് കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് ഗൈനക്കോളജി, അതായത് റോബോട്ടിക്സ് ഗൈനക്കോളജി നമ്മളെ പുതിയ ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഒരു പുതിയൊരു വാക്കാണ്. അതായത് നമുക്ക് ആ ഒരു ഫീൽഡിനെ പറ്റി പ്രത്യേകിച്ച് ഒരു കാര്യം അറിയില്ല. അപ്പോൾ എന്താണ് ഈ റോബോട്ടിക് ഗൈനക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റോബോട്ടിക് ഗൈനക്കോളജി, റോബോട്ടിക് സർജറി ഇൻ ഗൈനക്കോളജിയാണ് ശരിക്കും പറയേണ്ടത്. ഓക്കെ. അതായത് ലാപ്രോസ്കോപ്പി എന്ന് കേട്ടിട്ടുണ്ട്. ഇതൊരു മിനിമൽ ആക്സസ് സർജറി, അതായത് വലിയ ഇതൊന്നും ഇല്ലാണ്ട്, മുറിവുകൾ ഇല്ലാണ്ട്, ചെറിയ 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 താക്കോൽ ദ്വാര ശസ്ത്രക്രിയ അത് പറയും. അതിന്റെ ഏറ്റവും ആധുനികമായിട്ടുള്ളതാണ് ഈ റോബോട്ടിക് സർജറി എന്ന് പറയുന്നത്. ഇതും ലാപ്രോസ്കോപ്പിക് സർജറിയും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ, അതേപോലത്തെ കുഞ്ഞ് സുഷിരങ്ങളിൽ കൂടി തന്നെയാണ് നമ്മൾ ചെയ്യുക. പക്ഷെ ആ ചെയ്യുന്ന നമ്മുടെ ഇൻസ്ട്രുമെന്റ്സിനെ നമ്മളൊരു റോബോട്ടിന്റെ കൈകളിലേക്ക് കൊടുക്കുക എന്ന് വെച്ച് റോബോട്ട് അല്ല ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പേഷ്യൻസ് എന്നോട് ചോദിക്കും, മാഡം അല്ലേ ചെയ്യുന്നത്? ഇവിടെ എനിക്കായാലും ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യം വിചാരിച്ചത് ഡോക്ടർ ആണോ ചെയ്യുന്നത്, ഫുൾ ആയിട്ട് ഒരു റോബോട്ട് ആണോ ചെയ്യുന്നത്? ഇന്റലിജന്റ് അല്ലാത്ത റോബോട്ടാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അല്ല. പക്ഷെ ഞാൻ റോബോട്ടിന്റെ കൈകളിലേക്ക് ഈ ഇൻസ്ട്രുമെന്റ്സ് ഘടിപ്പിച്ചതിന് ശേഷം ഇപ്പുറത്തെ ഒരു കൺസോൾ ഉണ്ട്. ആ കൺസോളിൽ ഇരുന്നിട്ട് ഐ ക്യാൻ സി എന്തൊക്കെയാണ് അകത്ത് നടക്കുന്നത്. ആൻഡ് ഈ റോബോട്ടിന്റെ ആംസിന്റെ കൺട്രോൾ മൊത്തം എന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പൊ എന്റെ കൈകളുടെ ചലനം, എന്റെ ഫിംഗേഴ്സിന്റെ ചലനം അനുസരിച്ച് റോബോട്ടിന് അനങ്ങാൻ പറ്റും, റോബോട്ടിന്റെ കൈകൾക്ക്. അപ്പൊ അത് വഴിയാണ് അതിന്റെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, ഇതിന്റെ ഉള്ളിൽ കൂടി കാണുന്നത് മാഗ്നിഫൈഡ് ആയിട്ട് 10 പ്രാവശ്യം മാഗ്നിഫൈഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അത്രയും വലുതായിട്ട് നമ്മൾ കാണുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ 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 രക്തധമനികളും ഒക്കെ നമുക്ക് കാണുകയും അപ്പൊ ബ്ലീഡിങ് ഇല്ലാണ്ടിരിക്കാൻ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള അഡ്വാൻറ്റേജ് നമുക്ക് അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സൂം ചെയ്യാൻ നമ്മൾ പറയില്ലേ, അടുത്ത് കൊണ്ടുവന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയുടെ ലാപ്രോസ്കോപ്പിയിൽ നിന്ന് നമ്മൾ നോക്കിയാൽ ഒരുപടി മുന്നിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ അത് കാരണം ആ ഓരോ സർജറിയുടെയും സേഫ്റ്റി കൂടുതലാണ്. പ്രത്യേകിച്ചും കോംപ്ലക്സ് ആയിട്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സർജറീസിന് ഇത് ഏറ്റവും നല്ലതാണ്. അപ്പൊ ഗൈനക്കോളജിയിൽ എന്തൊക്കെയാണ് ഇതിൽ റോബോട്ടിക്സ് ഗൈനക്കോളജിയിൽ വരുന്നത്? റോബോട്ടിക് സർജറി നമുക്ക് എല്ലാത്തിനും ചെയ്യാം. ഹിസ്റ്റക്ടമി, സാധാരണ ഹിസ്റ്റക്ടമി തൊട്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഹിസ്റ്റക്ടമി വരെ ചെയ്യാം. അതായത് കോംപ്ലക്സിറ്റി കൂടുക നമ്മൾ പറയുന്നത് എപ്പോഴും എൻഡോമെട്രിയോസിസ് പോലെയുള്ള അസുഖങ്ങൾക്കാണ്. അതായത് എല്ലായിടത്തും ഒട്ടിപ്പിടിച്ചിരിക്കുക, ഓവറിൻ വലിയ സിസ്റ്റ്, കുടല്, ബ്ലാഡർ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന അങ്ങനെയുള്ള ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ, റോബോട്ടിക് സർജറി ചെയ്യുമ്പോഴാണ് ഏറ്റവും നമുക്ക് സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ആ ഒട്ടലുകൾ മാറ്റാനും ഒന്നിനും ഉപദ്രവം ഇല്ലാതെ, അതായത് കുടൽ മുറിക്കാതെയും ബ്ലാഡർ മുറിക്കാതെയൊക്കെ നമുക്ക് ചെയ്യാൻ കൂടുതൽ പറ്റുന്നത് റോബോട്ടിക് സർജറി കൂടിയാണ്. പിന്നെ ക്യാൻസർ സർജറിക്കാണ് പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ റോബോട്ട് കൊണ്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ എല്ലാ ശസ്ത്രക്രിയയും നല്ലതാണ്. പക്ഷെ എപ്പോഴും എത്രത്തോളം അതിനുള്ള കോംപ്ലക്സിറ്റി കൂടുന്നുവോ അതിനാണ് ഇതിന്റെ ഉപയോഗം കൂടുതൽ പറ്റുന്നത്. അപ്പൊ മെഡിസിൻസ് ഒക്കെ നമ്മൾ സാധാ ഒരു സർജറി കഴിഞ്ഞിട്ട് എടുക്കുന്ന മെഡിസിൻസ് പോലെ തന്നെ നമ്മൾ ഈ റോബോട്ടിക് സർജറി കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ടോ? അത്രയും വേണ്ട. പെയിൻ റിലീഫ് മറ്റുള്ളതിന് വേണ്ട അത്രയും ഇതിനുണ്ടാവില്ല. പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ എപ്പോഴും കുറവായിരിക്കും. പേഷ്യന്റ് അടുത്ത ദിവസം നല്ല സ്മാർട്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, അവർക്ക് പെയിൻ ഒന്നും ഉണ്ടാവില്ല. സർജറി കഴിഞ്ഞ ഒരു അങ്ങനത്തെ അവർക്ക് തന്നെ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാവില്ല. മനസ്സിലായില്ല? അതാണ് അതിന്റെ ഒരു ഗുണം. കാരണം ഒട്ടും പെയിൻ റിലീഫ് ആവശ്യമില്ലാത്ത ഒട്ടും എന്ന് പറഞ്ഞാൽ ചിലരുടെ പെയിൻ ത്രെഷോൾഡ് പലർക്കും പലതാണെങ്കിൽ കൂടി ഇപ്പൊ ഒരേ ആൾക്ക് തന്നെ നമ്മൾ രണ്ടും ലാപ്രോസ്കോപ്പിയും ഇതും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ റിലീഫ് മിക്കവാറും വളരെ കുറച്ചേ ആവശ്യം വേണ്ടി വരും. ഓക്കെ ഡോക്ടർ. ഇപ്പൊ എന്തൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ ഒരു മെത്തേഡ് പ്രിഫർ ചെയ്യുക ഡോക്ടർ പേഴ്സണലി? അതാ ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരു ശസ്ത്രക്രിയ ഞാൻ അതിനെ ഇപ്പൊ ഒരു ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പേഷ്യന്റിന്റെയും അവരുടെ നല്ലതിന് വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കും, ഇതാണ് നിങ്ങൾക്ക് നല്ലത്. അപ്പം അവർക്ക് ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, എല്ലാ ഇൻഷുറൻസ് കമ്പനിക്കാരും ഇതിന് ഈ റോബോട്ടിക് ആംസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിന്റെ കുറച്ച് കൂടും. അപ്പൊ അതിനു വേണ്ടി നമ്മള് പല ഇൻഷുറൻസ് കമ്പനികളും ഇപ്പൊ സമ്മതിക്കുന്നുണ്ട്, അവര് അത് കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കാരണം നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേസസ് വരുമ്പോൾ നമ്മള് പേഷ്യൻസിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇതാണ് എക്സ്പെൻസീവ് ആണ് ഡോക്ടർ, എത്രത്തോളം നമുക്ക് ഒരു സാധാ സർജറിയിൽ നിന്നും കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. കാരണം ഈ റോബോട്ടിക്കിന്റെ ആംസ് ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട്. അപ്പൊ ഇൻഷുറൻസ് കവർ ചെയ്യുന്നവർക്കാണ് അത് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത്. അല്ലാത്തവരും പലരും ചോദിച്ചു വരുന്നുണ്ട്. കാരണം അതിന്റെ ഈ ഗുണങ്ങൾ കാരണം, പെയിൻ കുറവാണ്, പെട്ടെന്ന് അവര് ഓടി നടക്കും, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അവര് തന്നെ മുന്നോട്ട് വരും, എനിക്ക് റോബോട്ടിക് സർജറി മതി എന്ന് പറഞ്ഞു. ഓക്കെ ഡോക്ടർ.
ഡോക്ടറിന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് ഇപ്പൊ എത്രത്തോളം റോബോട്ടിക് സർജറി ഡോക്ടർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും? ഏകദേശം 200-നടുത്ത് പിന്നെ റോബോട്ടിക് സർജറി ചെയ്തിട്ടുണ്ട്. ആം, അത് ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്നുള്ളത് സത്യമാണ്. പിന്നെ കാരണം ആം, ഒന്ന് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടുള്ള പലരും വേണ്ടാന്ന് വെക്കുന്ന കേസസ് ആണ് നമ്മുടെ അടുത്തേക്ക് വരിക. ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അവരെ പേഷ്യൻസ് ഒക്കെ പേടിച്ച് അയ്യോ ഇതിങ്ങനത്തെ ഈ കേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കുടലിന് പ്രശ്നം ഉണ്ടാകും, പിന്നെ അങ്ങനെയൊക്കെ വന്ന് അങ്ങനെയുള്ള അതൊക്കെ പേടിച്ച് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പലയിടത്തു നിന്നും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇതായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരും. കോംപ്ലക്സിറ്റി കൂടിയ കേസസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പൊ അങ്ങനെയുള്ള കേസസ് വന്നു കഴിഞ്ഞിട്ട് നമ്മളിത് ചെയ്ത് പേഷ്യൻസ് ഹാപ്പി ആയിട്ട് വീട്ടിൽ പോകുമ്പോൾ അതൊരു നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. അതൊരു എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവർക്കും എനിക്കും അതേപോലെ തന്നെ, പേഷ്യൻസിനും അതെ എനിക്കും അതെ. അപ്പൊ ഇത്രയും ബുദ്ധിമുട്ട് തന്നെയായിരിക്കും നമ്മളും ചെയ്യുന്നത്. പക്ഷെ ആ ചെയ്യുന്നതിന് ഒരു നല്ല റിസൾട്ട് കാണുമ്പോഴത്തേക്കും അപ്പൊ അതൊരു പ്രത്യേകത തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ആസ് എ ഡോക്ടർ, ആസ് എ സർജൻ എന്നെ സംബന്ധിച്ചോളം അതൊരു വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതെ, ആസ് എ ലേമാൻ ഇപ്പൊ ഞങ്ങളെല്ലാവരെ സംബന്ധിച്ചൊരു റോബോട്ട് നമ്മൾ സർജറി ചെയ്യാൻ പറയുമ്പോൾ പെട്ടെന്ന് നമ്മളൊന്നും മടിക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ മടിച്ചിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഡോക്ടർ എന്തൊരു മെസ്സേജ് ആണ് അല്ലെങ്കിൽ എന്താണ് ഡോക്ടറിന് ഒരു ഇൻസൈറ്റ്സ് പറഞ്ഞു കൊടുക്കാൻ? റോബോട്ട് അല്ല ചെയ്യുന്നത്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. റോബോട്ടിന്റെ കൈകളിൽ കൂടി ഞാൻ ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യം. ആരും പേടിക്കേണ്ട കാര്യമില്ല. റോബോട്ട് തന്നെത്താനെ ഒന്നും ചെയ്യില്ല, തന്നെത്താനെ ചെയ്യാൻ പറ്റില്ല. എന്റെ കൺട്രോളിൽ തന്നെയാണ് റോബോട്ട്. അപ്പം ആ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണം. കാരണം കേൾക്കുന്ന പലർക്കും പെട്ടെന്ന് തോന്നാവുന്ന ഒന്നാണ്. പലരും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ റോബോട്ട് നടന്ന് ഓരോന്നൊക്കെ ചെയ്യുന്നത്. അങ്ങനത്തെ റോബോട്ട് അല്ല ഇത്. റോബോട്ടിക് സർജറി ആണ്. ഓൺലി തിങ് ഇസ് പിന്നെ ആ ഒരു റോബോട്ടിന്റെ ആംസിനെ ഞങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ആംസിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ നമ്മളിപ്പം ലാപ്രോസ്കോപ്പി ഒക്കെ ചെയ്യുമ്പോൾ റിജിഡ് ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ പറയാം, ആ ഇൻസ്ട്രുമെന്റ്സ് റിജിഡ് ആണ്. പക്ഷെ നേരെ മറിച്ച് റോബോട്ടിന്റെ ആംസ് എന്ന് പറഞ്ഞാൽ ആ ആംസ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ തിരിക്കാൻ പറ്റും, ഏത് ഡയറക്ഷനിൽ വേണമെങ്കിൽ. അപ്പം നമുക്ക് ഏത് ഡയറക്ഷനിൽ പോയി എന്ത് സ്ട്രക്ചറിനെ പിടിക്കാനും എളുപ്പമാണ്. അപ്പോൾ അങ്ങനത്തെ അതിന് പലതരത്തിലും മൂവ് ചെയ്യാം. അപ്പൊ ആ ഒരു നമ്മുടെ കൈകൾക്ക് പറ്റാത്തതും കൂടി റോബോട്ടിന്റെ കൈകൾക്ക് പറ്റും. അതാണ് അതിന്റെ ഒരു ഗുണം. അപ്പൊ അതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റോബോട്ടിലേക്ക് ഈ ഇൻസ്ട്രുമെന്റ്സിനെ ഘടിപ്പിക്കുന്നത് തന്നെ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക. അപ്പം ആരും പേടിക്കേണ്ട കാര്യമില്ല, റോബോട്ട് തന്നെ ചെയ്യില്ല. ഓക്കെ, താങ്ക് യു ഡോക്ടർ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ വിഷ്വൽ കാണാം അല്ലെ? റോബോട്ടിക് ഗൈനക്കോളജിനെ കുറിച്ച് നമുക്കൊരു ബേസിക് ഐഡിയ ഡോക്ടറിന്റെ ഈ ഒരു സെഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഡോക്ടറിന്റെ ഈ ഒരു വാല്യുബിൾ ടൈം തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു. താങ്ക് യു.